നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളുടെ വീടുകളിലൊക്കെ ഷുഗർ ഉള്ളവരോ അല്ലെങ്കിൽ പ്രമേഹ രോഗികളോ ഒക്കെ ആയിട്ടുള്ളവർ തീർച്ചയായും കാണും. അവർ ചായക്കകത്തും കാപ്പിക്കകത്തും ഒക്കെ ഇടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഷുഗർ ഫ്രീ ടാബ്ലറ്റ്. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഇതൊരെണ്ണം ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരം അനുഭവപ്പെടുകയും മധുരമില്ലാത്ത കാപ്പി കുടിക്കേണ്ട അവസ്ഥ മാറുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇതിൽ ഇത്രയും മധുരം നൽകുന്നത് എന്തു വസ്തുവാണ്? നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ ഷുഗർ കൂടുമോ അതോ കുറയുമോ? നമ്മൾ ഈ ഒരു ഗുളിക ശരിക്കും നമ്മളുടെ ശരീരത്തിന് നല്ലതാണോ അതോ വല്ല ദോഷവും ഉണ്ടാക്കുമോ? ഈ ഒരു കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ കൃത്യമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് നോക്കാം, പഞ്ചസാര ഇല്ലാതെ ഈ ചെറിയ ഗുളികൾ എങ്ങനെയാണ് ഇത്രയും മധുരം നൽകുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയിൽ കലോറിയും കാർബോഹൈഡ്രേറ്റുകളുമാണ് അടങ്ങിയിട്ടുള്ളത്. അത് വയറ്റിൽ ചെന്ന് പെട്ടെന്ന് രക്തത്തിൽ ദഹിച്ച് ഷുഗർ കൂട്ടും. എന്നാൽ ഈ ടാബ്ലറ്റുകൾ പഞ്ചസാരയല്ല ഉള്ളത്, പകരം സുക്രോലോസ് അല്ലെങ്കിൽ അസ്പാർട്ടൈം എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറുകളാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് ലാബുകളിൽ പഞ്ചസാരയേക്കാൾ 100 മടങ്ങ് മധുരം തരുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കൃത്രിമ മധുരങ്ങളാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മളുടെ നാവിൻ തുമ്പിലെ ടേസ്റ്റ് ബഡ്സിന് ഇത് നല്ല മധുരം അനുഭവപ്പെടും എന്നുള്ളതാണ്. എന്നാൽ ഇത് തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങി വയറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ ശരീരം ഇതിനെ പഞ്ചസാരയായി കണക്കാക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ദഹിച്ച് രക്തത്തിൽ കലോറിയോ ഊർജമോ ഉണ്ടാക്കുന്നില്ല. ഇനി രണ്ടാമതായി എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഇത് കഴിച്ചാൽ ഷുഗർ കുറയുമോ അതോ കൂടുമോ? പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് കഴിച്ചാൽ ഷുഗർ കുറയും എന്നാണ്. വ്യക്തമായി മനസ്സിലാക്കുക, ഇത് കഴിച്ചാൽ ഷുഗർ കുറയില്ല. ഇത് ഷുഗർ മാറ്റുവാനുള്ള ഒരു മരുന്നല്ല. അതുപോലെ തന്നെ ഇതിൽ കലോറിയോ പഞ്ചസാരയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് മാത്രം രക്തത്തിൽ ഷുഗർ പെട്ടെന്ന് കൂടുകയുമില്ല. അതായത് നിങ്ങളുടെ ഷുഗർ നിലയെ ഇത് കൃത്യമായി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതേപടി നിലനിർത്താൻ സഹായിക്കും. പഞ്ചസാര കുടിച്ച് ഷുഗർ കൂട്ടുന്ന അളവിലേക്ക് പോകുന്നതിലും എത്രയോ ഭേദമാണ് ഇതെന്ന് മാത്രം. ഇവിടെ നിങ്ങൾ ഒരു ചെറിയ കാര്യം കൂടെ ഓർത്തു വെക്കുക. നിങ്ങൾ അസ്പാർട്ടൈം പോലുള്ള പഴയതരം ടാബ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിളച്ചു മറിയുന്ന ചൂടുള്ള ചായയിലേക്ക് നേരിട്ട് ഇത് ഇടരുത്. കാരണം അമിതമായ ചൂടിൽ ഇതിന്റെ മധുരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചായ ചൂടാറി കുടിക്കാൻ പാകമാകുമ്പോൾ മാത്രം ടാബ്ലറ്റ് ഇടുന്നതാണ് ഇതിന്റെ ശരിയായ രീതി. ഇനി എല്ലാവരും കാത്തിരുന്ന പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ ടാബ്ലറ്റുകൾ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതോ ദോഷമുണ്ടോ എന്നുള്ളത്. ആദ്യം തന്നെ നമുക്കിതിന്റെ ഗുണങ്ങൾ നോക്കാം. പ്രായമുള്ളവർക്ക് മധുരത്തിനോടുള്ള ആഗ്രഹം വരുമ്പോൾ മാനസികമായി വലിയൊരു ആശ്വാസമാണ് ഈ ടാബ്ലറ്റുകൾ. പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്നവർക്ക് ഷുഗർ ലെവൽ കൂടാതെ തന്നെ മധുരമുള്ള ചായ കുടിക്കാം എന്ന വലിയൊരു ഗുണം ഇതിനുണ്ട്. എന്നാൽ ഇതിൽ ചില ദോഷങ്ങളും സൂക്ഷിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അളവ് കൂടരുത്. ദിവസവും 1-2 ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ഇതിൽ ഷുഗർ ഇല്ല എന്ന് കരുതി ദിവസവും 5-10 ഒക്കെ വാരിയിട്ട് കുടിച്ചാൽ അത് വയറിന് അസ്വസ്ഥതയും ദഹനക്കേടും ഉണ്ടാക്കാം. അതുപോലെ തന്നെ തലച്ചോറിലെ ആസക്തി. ഇത് സ്ഥിരമായി കഴിക്കുമ്പോൾ നമ്മളുടെ നാവിന് എപ്പോഴും മധുരം വേണമെന്ന ആഗ്രഹം തോന്നിക്കും. ഇത് ചിലപ്പോൾ മറ്റു മധുര പലഹാരങ്ങൾ കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വയറിളക്കവും ഗ്യാസും, ചിലപ്പോൾ ഇതിലെ ചേരുവകൾ കാരണം തുടക്കത്തിലെ ഗ്യാസോ വയറുവീർക്കലോ ഒക്കെ വരാൻ സാധ്യതയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു നല്ല മാർഗമാണിത്. പക്ഷേ ഇതൊരു മരുന്നല്ല എന്ന ബോധ്യത്തോടെ ആവശ്യത്തിന് മാത്രം അളവിൽ ഉപയോഗിച്ചാൽ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.